ഇന്നലെ മുതൽ CPM-നകത്തെ നേതാക്കന്മാരുടെ നിലപാട് മാറുകയാണ്. അത് CPM-ന് ഗുണകരമാവുക, എത്രത്തോളം CPM-ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരു പുതിയ വടംവലി രൂപപ്പെട്ടിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. TP രാമകൃഷ്ണന്റെ, ഗോവിന്ദൻ മാഷിന്റെ ഒക്കെ സ്വരവ്യത്യാസം അത് ആദ്യമേ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. PV അൻവർ ഗോവിന്ദൻ മാഷ് കണ്ടിട്ട് AKG സെന്ററിന്, അദ്ദേഹം AKG സെന്ററിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി മാനത്ത് നിന്ന് വന്നവനല്ല, അദ്ദേഹത്തെ പാർട്ടിയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത് എന്ന് പറയുന്നുണ്ട്. അൻവറിന് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നീടൊക്കെ അൻവർ ഈ പുട്ടിന് വീരിടും പോലെ മുഖ്യമന്ത്രി മഹാനാണ്, പറഞ്ഞത് കൃത്യമായ അർത്ഥമുള്ള വാക്കാണ് അൻവർ ഉപയോഗിച്ചത്. വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയായതല്ല എന്ന്. ആ വീട് എന്ന പ്രയോഗത്തിന് നല്ല അർത്ഥമുണ്ട്. യെസ്, നല്ല അർത്ഥമുണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് അൻവർ പലതവണയും സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വസിക്കാമെന്നൊക്കെ ഇത് പറയുന്നുണ്ട്. എന്നാൽ CPM-ന് നിലപാടിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നല്ലത്. അതൊരു വലിയ തിരിച്ചറിവാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കി വരുന്നത്, വിശേഷിച്ച് അതിന്റെ പോലീസ് വകുപ്പ് നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ നയമായിരുന്നില്ല എന്ന് തുറന്നു പറയാൻ ഗോവിന്ദൻ മാഷ് തയ്യാറായാൽ കേരളത്തിന്റെ പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പാർട്ടി സെക്രട്ടറി എന്ന് ഞാൻ അദ്ദേഹത്തെ ആദരവോടെ